കോവിലകത്തുള്ളവരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനായി നന്ദനയ്ക്കൊരു പോംവഴി പറഞ്ഞു കൊടുക്കുന്ന ഹരിപ്രസാദ്. നന്ദന ഹരിപ്രസാദുമായി നടത്തിയ ഫോൺ സംഭാഷണം പ്രതാപവർമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്ന രഘുനാഥവർമ്മ. നന്ദനയുടെ ഫോൺ സംഭാഷണം കേൾക്കുന്ന പ്രതാപവർമ്മ. ഉദയവർമ്മയുടെ വിവാഹകാര്യത്തിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുന്ന യതീന്ദ്രനും കാർത്തികയും. നന്ദനയോട് രജിസ്റ്റർ മാരേജിനെ കുറിച്ച് സംസാരിക്കുന്ന ഹരിപ്രസാദ്. നന്ദനയുടെയും ഹരിപ്രസാദിന്റെയും പദ്ധതിയെക്കുറിച്ച് അറിയുന്ന പ്രതിഭയും രഘുനാഥവർമ്മയും. പ്രതാപവർമ്മയെ വിവരമറിയിക്കുന്ന രഘുനാഥവർമ്മ. ഇനി തുടർന്ന് കാണുക. വിളിക്കുന്നത് നമ്മളല്ല രഘുനാഥ, വിദ്യാഭാരതിയ. വെറുതെ വിളിക്കല്ല, ക്ഷണിക്കുക. ഈ കോലോത്തെ ഒരു വിശേഷാൽ പരിപാടിക്ക് വേണ്ടി അമ്മ മകളെ ക്ഷണിക്കുന്നു. അതും ആ ദിവസം തന്നെ. അവളെ പൊന്നു പോലെ ഇങ്ങോട്ട് വരും. അതിന് വിദ്യയെ നമ്മൾ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കും? ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ആദ്യം എന്ത് പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കേണ്ടതെന്ന് ഞാൻ ഇന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് അതിന്റെ പ്രാധാന്യം വിദ്യയെ ബോധ്യപ്പെടുത്തണം. പിന്നീട് വേണമെങ്കിൽ നിന്റെ മോളെ കൂടി വിളിച്ചോ വിദ്യ എന്നങ്ങ് തട്ടിവിടും. പിന്നെ നടക്കുന്നത് എന്താണെന്ന് രഘുനാഥൻ നോക്കിക്കോ. വിദ്യാഭാരതിയുടെ ഒരു കോൾ അവൾക്ക് ചെല്ലും. മകള് വരണേ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ആയിരിക്കും അത്. അതില് നന്ദന വീഴുവോ ഇല്ലയോ? ഹരിപ്രസാദിന്റെ ആസൂത്രണം നടക്കുവോ? ഇല്ല. ഒരു കാര്യം കൂടി, ഇനിയും അവനും അവളും കൂടി നടത്തുന്ന ഫോൺ സംഭാഷണങ്ങൾ പിടിച്ചെടുത്തണം. എവിടെ, എപ്പോ, എങ്ങനെ അവർ കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിന്റെ ഫൈനൽ ഡിസിഷൻ അറിയണം നമ്മൾക്ക്. മനസ്സിലായോ രഘുനാഥൻ? അതാണ്. ഫോൺ കൂടുതൽ സമയം സംസാരിച്ചു എന്ന് വിചാരിക്കണ്ട കേട്ടോ. എനിക്കൊരു പ്രശ്നവുമില്ല. രഘുവേട്ടാ, രഘുവേട്ടാ ഇങ്ങ് വന്നേ. വാ വാ. അവള് പോയോ? പോയി. നന്ദനയുടെ അഭിപ്രായം എന്താ? ഹരിയേട്ടൻ പറ, ഞാൻ അതുപോലെ ചെയ്യാം. വിശ്വസിക്കത്തക്ക എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. പറഞ്ഞ സമയത്ത് തന്നെ ഹരിയേട്ടൻ വരുമല്ലോ അല്ലേ? വരാന്നേ. ഇനി മറ്റൊരു പ്രധാന കാര്യം. എന്താ ഹരിയേട്ടാ? എന്തായാലും ഇത്രയും റിസ്ക് എടുത്ത നാളെ നമ്മൾ കാണുകയല്ലേ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കല്യാണം നാളെ തന്നെ രജിസ്റ്റർ ചെയ്തുകൂടാ? നാളെയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അന്വേഷിച്ചു. രജിസ്റ്റർ ഓഫീസ് അടുത്ത് തന്നെയാണ്. അവിടുത്തെ ഏർപ്പാടൊക്കെ ചെയ്യാൻ 1/2 മണിക്കൂർ മതി. ഒരു ആധാര എഴുത്തുകാരുടെ സഹായം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ ഹരിയേട്ടൻ പറയുന്ന പോലെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ മറ്റൊരു ദിവസം. എന്തായാലും നാളെ നമ്മൾ കാണുന്നു എന്ന കാര്യത്തിൽ മാറ്റമില്ല. ശരി, ഞാൻ രാവിലെ വിളിക്കാം ഹരിയേട്ടൻ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. നാളെ അവൻ വേളിക്കുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞു. പ്രശ്നമാവൂ രഘുവേട്ടാ? പ്രശ്നമാവും. പക്ഷേ നമുക്കല്ല, അവനും അവൾക്കും പ്രശ്നമാവും. നമ്മുടെ മൂക്കിന് താഴെ കൂടി ആ ചേറ്റ അവളെ കൊണ്ടുപോകാനോ? നടന്നു തന്നെ. കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങും പോലും. ആ കള്ളം നമ്മൾ വിശ്വസിക്കണ്ടേ പ്രതിഭേ? ആരെയാ രഘുവേട്ട വിളിക്കുന്നേ? നിക്ക്. പ്രതിഭേ, ഞാനാ പ്രതാപേട്ട. ഓ, എന്താ രഘുനാഥ? അതെ, അവൻ മുറത്തി കയറി കൊത്തുമെന്ന് എനിക്കറിയായിരുന്നു.
ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി? ഈ ഫോൺ ചോർത്തൽ നടന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോ നമ്മൾ എങ്ങനെയാ പ്രതാപേട്ട? അതെ, നമ്മൾ നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അവൻ രാവിലെ എന്തിനും തയ്യാറായി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, എന്നിട്ടേ പട്ടി മാർക്കറ്റിൽ പോയ പോലെ തിരിച്ചു പോട്ടെ. പെണ്ണ് നമ്മുടെ കസ്റ്റഡിയിലല്ലേ, മനസ്സിലായ ഒരു നാഥ. പിന്നെ അവൻ ആരെ കാണാനാ, ആരെ കെട്ടാനാ? അവൾ രാവിലെ അവനെ വിളിക്കുമെന്നാണ് ധാരണ. അത് നടക്കരുത്. ഇനി നമ്മുടെ ഓപ്പറേഷൻ കഴിയുന്നവരെ ആ പെണ്ണിന് അവനുമായി സംസാരിക്കാൻ ചാൻസ് കൊടുക്കരുത്. ഫോൺ പ്രതിഭയുടെ കയ്യിലല്ലേ, അക്കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. ആ താടിക്കാരൻ ചെക്കനും അവനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ പ്ലാൻ എല്ലാം അതിന്റെ വഴിക്ക് നീങ്ങിയിരിക്കും. ഓക്കെ ഓക്കെ, ശരി പ്രതാപേട്ട. മുത്തശ്ശി, ഞാൻ നാളെ ഒരു സ്ഥലം വരെ പോവൂട്ടോ. പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഭാസ്കരമ്മാവനെ ഏൽപ്പിച്ചിട്ടേ പോവൂ. രാവിലെ ദേഹം തുടച്ചിട്ട് ആഹാരം മരുന്നും തന്നിട്ട് ഞാൻ ഇറങ്ങുന്നുള്ളൂ. നാട്ടിൽ വരെ പോയി അനിയത്തെ അത്യാവശ്യമായിട്ട് കാണണമെന്നാ അമ്മായിയോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനൊരു കള്ളം പറയേണ്ടി വന്നു. സത്യത്തിൽ അനിയത്തെ കാണാനല്ല ഞാൻ പോകുന്നത്. മുത്തശ്ശി, ഹരിയേട്ടൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നത് പ്രശ്നമായതുകൊണ്ട് വെളിയിൽ വെച്ച് കാണാന്ന് പറഞ്ഞു. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞില്ലേ, ഇവിടെ കല്യാണ ചർച്ചകൾ മുറുക. എനിക്ക് ആ മനുഷ്യന്റെ ഭാര്യയാവുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് രജിസ്റ്റർ മാരേജ് നടത്താന്നാ ഹരിയേട്ടൻ പറയുന്നത്. ഞാൻ ആലോചിച്ചപ്പോഴും അതാണ് നല്ലെന്ന് തോന്നി. അതിൽ തെറ്റുണ്ടോ മുത്തശ്ശി? അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ടാ. ചിലപ്പോ ഞാൻ ചെയ്യുന്നത് അവിവേകമായിരിക്കും. കുഞ്ഞമ്മ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ മുത്തശ്ശിക്ക് അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സമയവും സന്ദർഭവും ഒത്തുവന്ന നാളെ കല്യാണം രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഞാൻ തിരിച്ചു വരും. പിന്നീടുള്ള കാര്യങ്ങൾ എന്താന്ന് ഹരിയേട്ടൻ പറയും. ഈ കാര്യങ്ങൾ അത്രയും രഹസ്യമാണേ. എന്റെ മുത്തശ്ശിയോടല്ലാതെ വേറെ ആരോടാ ഞാനിവിടെ മനസ്സ് തുറക്കുക? അമ്മയോട് പോലും നാളെ കഴിഞ്ഞിട്ടേ കാര്യങ്ങൾ പറയുന്നുള്ളൂ. രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ അവിടെ ഒരാളുണ്ടല്ലോ, അത് പേടിച്ചിട്ടാ. മുത്തശ്ശി, ഈ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ഒരു തവണ എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഖദർ മണ്ഡപത്തിൽ കയറിയതാ ഞാൻ. അന്ന് മുടങ്ങി. പിന്നീട് ഒരു കല്യാണ ചടങ്ങിനെ പറ്റി സ്വപ്നം കണ്ടിട്ടില്ല. എങ്കിലും ദക്ഷിണ തന്ന് കാലത്തൊട്ട് നമസ്കരിക്കുമ്പോൾ
മുത്തശ്ശി അനുഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശി. മുത്തശ്ശി, കൊടുക്കാം. നന്ദനെ, വിദ്യയെടുത്തിയാ? ഹലോ. ആ മോളെ, അമ്മയുടെ അടുത്തായിരുന്നല്ലേ? പ്രതിഭ പറഞ്ഞു. എങ്ങനുണ്ട് അമ്മയ്ക്ക്? ഈ ചൂട് കാരണം ക്ഷീണമായിരിക്കുമല്ലേ? 2 നേരം തുണി നനച്ച് ദേഹം തുടയ്ക്കുന്നോണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. ഉറക്കം കുറവാണെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വിളിച്ചതേ ഒരു പൂജയുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. ഇവിടെ തറവാട്ടിൽ ഒരു ഹോമവും പൂജയും നടത്തുന്നുണ്ട്. മൊത്തത്തിൽ ദോഷമകറ്റി ഐശ്വര്യം വരാൻ വേണ്ടിട്ടാ. കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കണമെന്ന് ജ്യോത്സ്യം പറഞ്ഞു. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവണത്രേ. മോളും വരണം. പക്ഷെ അമ്മ, ഞാൻ വന്ന പ്രതാപേട്ടന്റെ കാര്യം ഓർത്തിട്ടാണോ? തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടല്ലേ മോളെ? നീ വരുന്നതിൽ പ്രതാപേട്ടന് എതിർപ്പൊന്നുമില്ല. അപ്പോ മോള് വരണം കേട്ടോ. വരാം. എന്നാ പൂജ? നാളെ. നാളെയോ? ആ, നാളെ ചടങ്ങ്. വലിയ പൂജയില്ലേ, ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് നേരത്തെ തുടങ്ങും. അവിടുന്ന് രഘു മറ്റുമുണ്ട്. അവരുടെ കൂടെ ഇങ്ങ് പോന്നാ മതി കേട്ടോ. ഇവിടെ മറ്റുള്ളവരും നിന്നെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും മോള് വരണം. വിവരം പറഞ്ഞില്ലേ? ഹലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫോണെ പ്രതിഭയുടോ അല്ലെങ്കിൽ രഘുവിന്റെ കയ്യിൽ കൊടുത്തേ. ഹലോ, നിങ്ങളെ കഴിയുന്നവും നേരത്തെ പുറപ്പെടണം കേട്ടോ. ഇത്രയും ദൂരമുള്ളതല്ലേ. ശരി പ്രതാപേട്ടാ. രഘു ഉണ്ടോ അടുത്ത്? ആ, ഇവിടെ ഉണ്ടല്ലോ, കൊടുക്കാം. പ്രതാപേട്ടനാ. ഹലോ. ആ രഘു, നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെടണം കേട്ടോ. ഇത്രയും ദൂരമുള്ളതല്ലേ. വല്ല ഹർത്താല ചിറ്റികളി ഉണ്ടായില്ലേ? ആ ശരി പ്രതാപേട്ട.
എനിക്ക് ഇന്നത്തെ ഈ യാത്ര ഒട്ടും മനസ്സുള്ള കാര്യമല്ല. എന്തു പൂജയാ പ്രതാപേട്ടനെ തറവാട്ടി നടത്തുന്നത്? ആർക്കറിയാം, എന്തോ ഒരു പൂജ, അത്ര തന്നെ. ഞാൻ വരണോ? നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ പോയാ പോരെ? നീ ഇതെന്ത് വർത്തമാനം ഈ പറയുന്നത്? നമുക്ക് പൂജയിൽ പങ്കെടുത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നന്ദനെ ഇന്നത്തെ ദിവസം ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണം. ഹരിപ്രസാദ് വരുമ്പോൾ അവളെ കാണാൻ ഇട കൊടുക്കരുത്. അതിനുള്ള പ്ലാൻ അല്ലേടി ഇത്. നീയും ചേർന്നല്ലേ ഒക്കെ ആലോചിച്ചത്. എന്നിട്ടിപ്പം മടി പറഞ്ഞാൽ എങ്ങനെ? നീയും കൂടി വന്നാലല്ലേ അവൾക്ക് വിശ്വാസമാവുള്ളൂ. ആ വരാം. എന്നിട്ട് എവിടെ അവള്? കണ്ടില്ലല്ലോ. വെരികിനെ പോലെ അപ്പുറത്ത് ചുറ്റി നടപ്പുണ്ട്. പൂജയ്ക്ക് ചെല്ലണമെന്ന് വിദ്യയെടുത്തി ഫോൺ ചെയ്ത് പറഞ്ഞെടുത്താ നന്ദനെ പെട്ടുപോയത്. ആ വിവരം ഹരിപ്രസാദിനെ വിളിച്ച് അറിയിക്കാനും പറ്റിയില്ല. ആ, നിന്റെ ഫോൺ ചോദിച്ചോണ്ട് വരും. എന്തെങ്കിലും നമ്പർ ഇട്ട് ഫോൺ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളണം. ഞങ്ങളെല്ലാം റെഡിയായി. നീ ഇതുവരെ റെഡിയായില്ലേ? പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. അമ്മായി, ആ ഫോണൊന്ന് തരൂ. ആ തരാലോ. അയ്യോ, രാത്രി അത് ഓഫായി പോയി. രഘുവേട്ടനത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിയട്ടെ നന്ദനെ. അല്ല, ആരെ വിളിക്കാനായിരുന്നു? അനിയത്തെ, ഞാൻ ഇന്നലെ അമ്മായിയോട് പറഞ്ഞിരുന്നില്ലേ? ആ ശരിയാ, ഞാനതൊക്കെ മറന്നുപോയി. എന്തായാലും ചാർജ് ആവട്ടെ. ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും മോള് റെഡി ആയിട്ട് വാ. ശരി, ചെല്ല്. ചെല്ല്. അവളെന്താ പറഞ്ഞത്? ഫോൺ ചോദിക്കാൻ വന്നതാ, മറ്റേവനെ വിളിക്കാൻ, ഹരിപ്രസാദിനെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഫോൺ ചാർജിലാ, കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന്. കുറച്ച് കഴിയുമ്പോ ഫോൺ കൊടുക്കാൻ നീ എന്തിനാ പറഞ്ഞത്? പറഞ്ഞല്ലേ ഉള്ളൂ, ആരിപ്പൊ കൊടുക്കാൻ പോകുന്നേ? ആ സമയം രഘുവേട്ട മാറിയെന്ന് എന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാ മതി. ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഭാസ്കരമ്മാവ, ആ ഫോണൊന്ന് താ. അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാൻ. എന്താ മോളെ, തരാല്ലോ. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ വെച്ചിട്ട് പോന്നു. ലാൻഡ് ഫോൺ ഇതുവരെ ശരിയായില്ലേ മോളെ? ഒന്ന് നോക്കി. എന്തു പറ്റി? ഫോൺ വർക്ക് ചെയ്യുന്നില്ല മോളെ? ഇല്ല. അല്ല, എല്ലാവരും ഇവിടെ ഭാസ്കര? ഒരുങ്ങുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടെ എന്ത് പൂജ നടക്കുന്നത്? അതായത് സർവൈശ്വര്യ പൂജയും മൃത്യുഞ്ജയ ഹോമവും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ശത്രുസംഹാര പൂജ. സർവൈശ്വര്യ പൂജയും മൃത്യുഞ്ജയ ഹോമവും? അതെന്തോ പൂജയാ? ഓ, ഇപ്പൊ എല്ലാം പാക്കേജ് ആണല്ലോ അല്ലേ? ഞാൻ വന്നു എന്ന് രഘുവിനോട് പറ. പുറപ്പെടാറായെങ്കിൽ നമുക്ക് പോകാം. അമ്മായി, ഫോൺ ചാർജ് ആയോ? നോക്കട്ടെ. രഘുവേട്ടൻ ഇവിടെ എവിടെയോ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കിട്ടി. ദാ ഒരു മിനിറ്റ്. ഹലോ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ആ അമ്മാവനോ? സിംഗപ്പൂരിൽ നിന്ന് അമ്മാവനാ. എന്തൊക്കെയുണ്ട് അമ്മാവ വിശേഷം? കുറെ നാളായാലോ വിളിച്ചിട്ട്. എന്താ അമ്മായി വീണോ? എവിടെ? ബാത്റൂമിലോ? എന്നിട്ട് കുഴപ്പമില്ല ഉണ്ടോ? ആണോ? ഓ ഭാഗ്യം.
സൂക്ഷിക്കാൻ പറയണേ. ഇവിടെ ഞങ്ങളൊരു യാത്രയ്ക്കുള്ള പരിപാടിയില്ല. വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക്. രഘുവേട്ടന് അപ്പുറത്തുണ്ട്. ആ ശരി ശരി പറയാം. തിരക്കായതുകൊണ്ടാണേ. ശരി അമ്മാവാ. അയ്യോ പിന്നെയും ചാർജ് പോയി. ഷോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. രഘുവേട്ടൻ വരുന്നു. അല്ല ഇവളിതുവരെ റെഡിയായില്ലേ? വലിയേട്ടൻ വന്നു, പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. എല്ലാരും ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്മായി അനിയത്തെ അത്യാവശ്യമായിട്ട് കാണണം. അവൾ എന്നെ നോക്കി നിൽക്കും. ഞാൻ ചെല്ലാന്ന് ഞാൻ പറഞ്ഞു പോയി. അനിയത്തിയെ നാളെ ആയാലും കാണാമല്ലോ. അതുപോലാണോ പൂജ? അതും നല്ലൊരു ദിവസം നോക്കി ഇന്ന് നടത്തുന്നതല്ലേ? തന്നെയല്ല, വിദ്യാർത്ഥി പ്രത്യേകം ക്ഷണിച്ചതാ നന്ദനെ. കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന പൂജയാ. ആ തറവാട്ടില് നേരിട്ട് രക്തബന്ധമില്ലാത്ത ഞങ്ങൾ വരെ പോകുന്നു. അപ്പൊ പിന്നെ വിദ്യാർത്ഥിയുടെ സ്വന്തം മോളായ നന്ദന പോവാതിരുന്നാലോ? അല്ലേ രഘുവേട്ടാ?